ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളൊരു പിസ്സ, ഷവർമ അതിൻ്റെ ഒക്കെ ഒരു ഫില്ലിങ്സാണ് കേട്ടോ ഈ ഒരു സമൂസയുടെ ഉള്ളിൽ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അങ്ങനത്തെ ഫില്ലിങ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഒരേ സമൂസ ഉണ്ടാക്കി മടുത്തവർക്കൊക്കെ ഇതുപോലെയുള്ള വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാനിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓരോ കപ്പ് വീതമാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയാണ്. എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്, അതായത് ചെറിയ വലിപ്പത്തിൽ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം എടുത്താൽ മതി. ഇനി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ്. ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വല്ലാണ്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് പച്ചപ്പട്ടാണി, പിന്നെ ബീൻസും ക്യാരറ്റുമാണ് അതിൽ വരുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. ഇത് ഏകദേശം ഒരു കപ്പോളം ക്യാബേജ് ഉണ്ടാവും. ഇനി ഇതും ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഏകദേശം ഒരു കപ്പിനടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു 2-2.5 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുരുമുളകിൻ്റെ ആ കുത്തൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ എരിവിനാവശ്യം ഈ ഒരു കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതിന് മുന്നേ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം ഒരു പീസ് മാഗി ക്യൂബ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് നമ്മൾ വേറെ ചേർത്ത് കൊടുക്കാനത്. ഇനി ഈ മാഗി ക്യൂബൊക്കെ ഒന്ന് ഇതിൽ അലിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം തന്നെ ഒന്ന് സോട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പിസയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഉപ്പിട്ട ഒലിവ് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു പിസയുടെ ടേസ്റ്റൊക്കെ ആണ് നമുക്കിത് തിന്നുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിങ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് പിച്ചിടി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂസയിലേക്ക് ഫില്ലിങ് നിറക്കുന്ന ടൈമിൽ ഇട്ടെടുക്കാം. ഒന്ന് അലിഞ്ഞ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ കൂട്ടിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ എല്ലാം നല്ല രീതിയിൽ അതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമൂസ ലീഫ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. സമൂസ ലീഫൊക്കെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണ് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് കുത്തി നിറക്കണില്ല, പാകത്തിനുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ മൈദയുടെ ആ ഒരു പശ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ എല്ലാ സമൂസ ലീഫിലും ഇതേപോലെ ഫില്ലിങ്സ് നിറച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അതാ എല്ലാത്തിലും ഫില്ലിങ്സൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ പുറം ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കിട്ടിയാൽ മതി. നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ ഇതാ ഒരു ഭാഗം ചൂടായ ശേഷം മറ്റേ ഭാഗം അതേപോലെ ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂസയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലൊരു ചീസി ടച്ചും പിന്നെ ആ പിസയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ കുട്ടികൾക്കായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, ബൈ.